വല്ല മാജിക്കോ അറിയാവോ? എന്തായാലും ആ വിരുന്നുകാരുടെ മുന്നില് ചാരുവിന് അങ്ങനെ ഞെളിയം വിടണ്ട. എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ. ഈ കറികളൊക്കെ നമുക്കെടുത്തും കളഞ്ഞാലോ? എന്തിനാ ഇതൊക്കെ എടുത്ത് കളയുന്നേ? നമ്മൾ ഇതെല്ലാം കൂടി കഴിച്ചു തീർത്താ പോരെ? അതല്ലേ അതിന്റെ ഒരു അന്തസ്. ആ, അതൊരു ഐഡിയ. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം, ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ വച്ചേക്കാം. എന്താ, അതുപോരെ? എങ്കി വാ, ഇരിക്കേ. നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രമേശ വെറുതെ സമയം കളയല്ലേ. അവള് പോയി വിരുന്നുകാരെ കഴിക്കാൻ വിളിച്ചോണ്ട് വരുന്നതിന് മുന്നേ നമുക്കേ കഴിച്ചൊരു പരുവാക്കണം. ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത് കാര്യം? ചാരുവിന്റെ മാസ്റ്റർ പീസ് ഐറ്റം അവൾ ഇതിൽ വെച്ചിട്ടില്ല. ചാരുവിന്റെ മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുമ്പോ സാമ്പാറ്. ആ, അത് ശരിയാണല്ലോ. സാമ്പാർ ഇതിലില്ലല്ലോ. അതെന്താ അവള് സാമ്പാർ ഉണ്ടാക്കാതിരുന്ന? അപ്പച്ചി, അവള് സാമ്പാർ ഉണ്ടാക്കാതിരുന്നതല്ല, അത് ചാരുവിന്റെ ഒരു കുബുദ്ധിയാ. കുബുദ്ധിയോ? എന്ത് കുബുദ്ധി? ഞാൻ ജനാല വഴി ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടൊരു വലിയ രഹസ്യം. ചാരു അവളുടെ തുറുപ്പ് ചീട്ടായ സാമ്പാറിനെ ആരും കാണാതെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ? അതെന്തിന്? സർപ്രൈസ് ആയിട്ട് വിരുന്നുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിരിക്കും. എങ്കി പിന്നെ ആ സാമ്പാർ വേണം ആദ്യം തീർക്കാൻ. നീ പോയി അതെടുത്തോണ്ട് വെച്ചല്ലേ. ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങള് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. അമ്പടി കേമി. എന്റെ അടുത്ത് ആ കളി. ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്. ദാ വരുന്നു ചാരുവിന്റെ ലോകപ്രസിദ്ധമായ സാമ്പാർ. ഇതിന്നൊരു തുള്ളി പോലും നമുക്ക് ബാക്കി വച്ചേക്കരുത്. ഇന്ന് വേറെ ഒരു കറി എടുത്തില്ലേലും കുഴപ്പമില്ല, ഈ സാമ്പാർ തീർക്കണം. നീ ഇങ്ങോട്ട് ഒഴുക്കി രമേശ, ഒഴുക്കി. കുറച്ചുകൂടെ ഇതിനകത്തോട് കുറച്ച് ഒഴുക്കി രമേശേട്ടാ. അതെ കിടന്നു. എന്റെ ചോറവിടെ ദേ ഇരിക്കുന്നു നിന്റെ മുന്നിൽ തന്നെ. കഴിക്കേ, എല്ലാരും വയറു നിറയെ കഴിച്ചോ? ഇത് നിങ്ങളുടെ അസൂയക്കും കുശുമ്പിനും കുന്നായ്മയ്ക്കുമുള്ള ശിക്ഷയാണ്. പിന്നെ കിരണിന്റെ കാര്യം, അവൻ ചെയ്തതാണ് വലിയ തെറ്റ്. ഭക്ഷണത്തിൽ പല്ലിയെ കൊണ്ടിട്ട് അവനുള്ള ശിക്ഷ ഞാൻ വഴിയേ കൊടുത്തോളാം. കാത്തിരുന്ന് കണ്ടോ. നീ സ്വസ്ഥായിട്ട് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങാം. വല്ലാത്ത കഴിപ്പായി പോയി. ദൈവം നമ്മുടെ കൂടെയാണ് രമേശ. അല്ലെങ്കിൽ ചാരു ഒളിപ്പിച്ചു വെച്ച സാമ്പാറ് രമേശൻ കാണില്ലല്ലോ. എന്തായാലും വിരുന്നുകാരുടെ മുന്നിൽ നിന്ന് ചാരുവിന്റെ വാല് മുറിയുന്ന കാര്യം ഉറപ്പായി. മരുമകളുടെ സാമ്പാറിന്റെ മഹത്വം കൂട്ടുകാരന്റെയും കുടുംബത്തിന്റെയും മുമ്പിൽ കൊട്ടിഘോഷിക്കാന്ന അതിമോഹവുമായി വരുന്ന ബാലമാഷ് നിന്ന് വേർക്കുന്നത് ഓർത്തിട്ട് ഇപ്പോഴേ എനിക്ക് ചിരി വരിക.
പാത്രത്തിലെ സാമ്പാറെല്ലാം ആരാ എടുത്ത് കഴിച്ചത്? അമ്മായി, അശോ ചേച്ചി, ഇതിലിരുന്ന സാമ്പാർ നിങ്ങൾ ആരെങ്കിലും എടുത്ത് കഴിച്ചോ? അതെന്താ, സാമ്പാർ കഴിക്കാനുള്ളതല്ലേ? അതോ അത് കഴിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലെന്നാണോ? ആരെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്ന് പറ. പാത്രത്തിലെ സാമ്പാർ കാണാത്തോണ്ട് ചോദിച്ചാ. സാമ്പാർ എടുത്ത് ഒളിച്ചു വെച്ചിരുന്ന ഞങ്ങൾ കാണില്ല എന്ന് കരുതിയോ? കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറ, ഒരു കാര്യമുള്ളതുകൊണ്ടാ. ഞങ്ങള് 3 പേരും വയറ് നിറച്ച് കഴിച്ചു എന്ന് മാത്രമല്ല